കേരളത്തിലെ കോൺഗ്രസ് CPM ഡീലിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി NMR റസാക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. രാഹുൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം പാലക്കാട് നടന്ന ആഹ്ലാദ പ്രകടനത്തിനകത്താണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി NMR റസാക്ക് പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ ജനം TVക്ക് ലഭിച്ചിരിക്കുന്നത്. അരുൺ ആലത്തൂർ പാലക്കാട് നിന്നും ചേരുകയാണ്. അരുൺ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന് ഡീലാണ്. അതായത് UDFും LDFും BJPയുടെ പേരിൽ ഡീൽ എന്ന പേരിൽ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥ ഡീൽ ആരൊക്കെ തമ്മിലാണ് എന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ LDFിന്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് ഈ കോൺഗ്രസ് വിജയാഹ്ലാദത്തിന്റെ ഭാഗമാകുന്നത്? ഗൗതം, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ച സമയത്ത് പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ നടന്ന കോൺഗ്രസിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിലാണ് ഇപ്പോഴത്തെ LDFിന്റെ സ്ഥാനാർത്ഥിയായ NMR റസാക്ക് പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് NMR റസാക്ക് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വലിയ സന്തോഷവാനായിക്കൊണ്ട് ഒരു മൊബൈലിൽ സെൽഫി എടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. NMR റസാക്കിനെ സംബന്ധിച്ചിടത്തോളം റസാക്ക് പാലക്കാട് ഈ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി എത്തി ആദ്യ മാധ്യമങ്ങളെ കണ്ട സമയത്തൊക്കെ പറഞ്ഞത് താൻ ഒരു SFI പ്രവർത്തകനായിരുന്നു, അതുപോലെ തന്നെ തൻ്റെ ഉള്ളിൽ എന്നും ഇടതുപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താൻ തീരുമാനമെടുക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ പഴയ SFIക്കാരനായിരുന്നു, എന്നും ഉള്ളിൽ ഇടതുപക്ഷമായിരുന്നെങ്കിൽ എങ്ങനെയാണ് NMR റസാക്കിന് ഈ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി വിജയിച്ചപ്പോൾ ആ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത് അവിടെ സന്തോഷം പ്രകടിപ്പിക്കാൻ ഒരു ഇടതുപക്ഷ മനസ്സുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് പ്രധാന ചോദ്യമായിട്ട് ഉയരുന്നത്. ഏതായാലും ഇത് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഡീലിൻ്റെ ഭാഗമാണ് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ CPMനകത്തുള്ള വലിയ ഒരു വിഭാഗം ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ വഞ്ചിക്കുകയാണ് പാർട്ടി ചെയ്തത് എന്നുള്ള ഒരു വിമർശനം കൂടി ശക്തമാവുന്നുണ്ട്. കാരണം ഈ വ്യക്തി, ഈ NMR റസാക്ക് എന്ന വ്യക്തി ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹം കാലങ്ങളായി ഇടത് മനസ്സുള്ള ആളാണ്, പഴയ SFIക്കാരനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു പ്രധാനപ്പെട്ട CPMൻ്റെ പല നേതാക്കൾ പാലക്കാട് ഉണ്ടായിട്ടും അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് ഈ NMR റസാക്ക് എന്ന ബിരിയാണി കച്ചവടം നടത്തുന്ന വ്യക്തിയെ LDF സ്ഥാനാർത്ഥിയാക്കിയത്. ഏതായാലും അങ്ങനെ സ്ഥാനാർത്ഥിയായ വ്യക്തി കോൺഗ്രസിന് വേണ്ടി നേരത്തെ പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് വിജയിക്കുമ്പോൾ അതിലുൾപ്പെടെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ തെളിവുകളും ചിത്രങ്ങളുമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോൺഗ്രസിൽ നിന്ന് സരിൻ എന്ന വ്യക്തി CPMലെത്തി അവിടെ മത്സരിച്ച് വലിയ രീതിയിലുള്ള ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും NMR റസാക്ക് എന്ന വ്യക്തി ഒരു ഇടതുപക്ഷ മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ സരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലല്ലേ പങ്കെടുക്കേണ്ടിയിരുന്നത്, സരിൻ്റെ പ്രചാരണത്തിൽ പങ്കെടുത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടിയിരുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും ഇവിടെ NMR റസാക്ക് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത് അതിൽ വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, കോൺഗ്രസ് CPMൻ്റെ ഡീലിൻ്റെ ഭാഗമാണ് ഇത് എന്ന് കൂടുതൽ വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് വിമർശനമായിട്ട് വരുന്നത്. രണ്ടാമത് കാര്യം, CPMകാരെ തന്നെ വഞ്ചിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടിയിൽ ആഹ്ലാദ പ്രകടനത്തിൽ ഈ NMR റസാക്ക് പങ്കെടുത്ത ചിത്രങ്ങൾ പുറത്തു വന്നതിലൂടെ വ്യക്തമാവുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. ഓക്കെ, അരുൺ ആലത്തൂരാണ് ചേർന്നത്. എന്തായാലും കേരളത്തിൽ CPMും കോൺഗ്രസും തമ്മിലാണ് ഡീൽ എന്നതിന് നിരവധി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയാഹ്ലാദ പ്രകടനത്തിനകത്ത് ഇതാ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി NMR റസാക്ക് പങ്കെടുക്കുകയാണ്. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ധാരണ, ഡീൽ എന്നതിൻ്റെ